ഏകദേശം രാത്രി ഒരു 1 മണി 1:30 2 മണിയായി. അവിടെ ചെന്നേച്ച് പ്രേംഭായ് നിന്നേച്ച് കൈവിരിച്ച് ഇന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ മോശയ്ക്ക് നീ ഡ്രൈ ലാൻഡ് കൊടുത്തല്ലോ, എനിക്ക് ഡ്രൈ ലാൻഡൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എനിക്ക് നദിയൊന്ന് കടക്കണം, മുട്ടോളം ആക്കി തരണേ വെള്ളം, നിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞ് തീർന്ന് ആ കയ്യിലിരുന്ന വടിയൊന്ന് വെള്ളത്തിലേക്ക് കൂട്ടി ഈ വെള്ളം രണ്ടും മതിരായിട്ട് മാറി നിൽക്കുക. യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിലെ പർവ്വതങ്ങൾക്ക് മുകളിൽ സ്വർഗം പ്രേംഭായിയിലൂടെ ഒരു ഇതിഹാസം രചിക്കുകയായിരുന്നു. സംഭവിച്ചത് അരുണാചൽ നിവാസികൾക്കു വേണ്ടി ദൈവവുമായി നടത്തിയ ഒരു പുതിയ ഉടമ്പടിയുടെ നേർക്കാഴ്ചയായിരുന്നു. പ്രേംഭായിയുടെ ഐതിഹാസികമായ പ്രേഷിത പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മറ്റൊരു അധ്യായം കൂടി ദൈവകൃപയാൽ തയ്യാറാക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആരാലും അറിയപ്പെടാതിരുന്ന ധീരനായ ഒരു മിഷണറി പ്രേംഭായിയുടെ ജീവിതം മനസ്സിലാക്കിയ അനേകർക്ക് വലിയ പ്രചോദനമാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷ്കളങ്കമായ ക്രൂശിതന്റെ സ്നേഹം, അതാണ് പ്രേംഭായിയുടെ സുവിശേഷം. സ്വന്തം ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അപരന്റെ ജീവന് പുതുജീവൻ പകർന്നു നൽകാൻ ഈ അരുണാചൽ പർവ്വത നിരകളിൽ 2 പതിറ്റാണ്ടുകൾക്കു മേലെ അനേകം ആത്മാക്കളെ ക്രിസ്തുവിനു വേണ്ടി നേടിയ മഹാവീരൻ, അരുണാചൽ ജനതയുടെ സ്വന്തം പ്രേംഭായ്. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ട് കാണും, അരുണാചലിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് പ്രേംഭായ് എന്നയാളാണ്. പ്രേംഭായ് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ സെമിനാരിൽ ചേർന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ അറിവ് എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ജീവിച്ച അനേകം വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരിൽ നിന്ന് ലഭിച്ച അറിവുകളുമാണ് ഞാൻ നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പ്രേംഭായിയുടെ പ്രേഷിത ജീവിതത്തിന്റെ തുടക്കനാളുകൾ ഇങ്ങനെയായിരുന്നു. ബയേലിയിലുള്ള ആശ്രമത്തിൽ നിന്ന് എക്സെമിനാരിയൻസായ പ്രേംഭായി, ചോട്ടാഭായി, പിൽക്കാലത്ത് വൈദികനായ അനിൽദേവ്, എക്സ് നണ്ണായ മീരാഭായി എന്നിവരടങ്ങുന്ന സംഘമായിട്ടായിരുന്നു അരുണാചലിൽ പ്രവേശിക്കാനായി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അവർക്ക് അവിടെ അന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് തിക്ത അനുഭവങ്ങളായിരുന്നു. കൂടാതെ സുവിശേഷവുമായി അരുണാചലിൽ പ്രവേശിക്കാൻ സാധിക്കാതെയും വന്നു. അങ്ങനെ നിരാശരായി എല്ലാവരും ചെന്നെത്തപ്പെട്ടത് താഴ്വാരത്തുള്ള ഫാദർ കുളന്തൈ സ്വാമിയുടെ ദേവാലയത്തിൽ. കുളന്തസ്വാമി പറഞ്ഞു, നമുക്ക് ഈസി അല്ല വർക്ക്, ഞാൻ ചെയ്യുന്ന വർക്ക് ഇങ്ങനെയാണ്. ഈ അരുണാചലിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ വൈകിട്ട് സായാഹ്നങ്ങളിൽ അവിടെ പോയി മാർക്കറ്റിൽ പോയി നിൽക്കും. അങ്ങനെ ഈ അരുണാചലിൽ നിന്ന് വരുന്ന ജനങ്ങളെല്ലാം ഞാൻ സ്വീകരിച്ച് എൻ്റെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് ആഹാരവും കൊടുത്ത് വൈകുന്നേരം അവരോട് സംസാരിച്ച് ഈശോയെക്കുറിച്ചൊക്കെ സംസാരിക്കും. അവരതൊക്കെ കേൾക്കും. അതിനുശേഷം രാത്രിയിൽ അവരോട് സംസാരിച്ച് രാവിലെ അവർ തിരിച്ചു പോകും. അങ്ങനെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മിഷൻ പ്രവർത്തനം നടത്തുന്നതെന്ന് ഈ കുളന്തസ്വാമി അച്ഛൻ ഈ പ്രേംഭായിയോടും മറ്റുള്ളവരോടും പറഞ്ഞു. ഇത് കേട്ട പ്രേംഭായി അന്ന് പറഞ്ഞു, ഞാൻ തിരികെ പോകുന്നില്ല, ഞാൻ അച്ഛൻ്റെ കൂട്ടത്തിൽ കൂടുക. മറ്റുള്ള 4 പേരും പറഞ്ഞ് ഞങ്ങൾ തിരികെ പോവുകയാണ്, എന്നാൽ പ്രേംഭായ് ഇവിടെ നിന്നു. അങ്ങനെ പ്രേംഭായ് കുളന്തസ്വാമി അച്ഛൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം പ്രേംഭായിയെ കൊണ്ടുപോയി ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു കുളന്തസ്വാമി അച്ഛൻ. അപ്പം പ്രേംഭായ് തൻ്റെ ആഗ്രഹമൊക്കെ പറഞ്ഞു, എനിക്കും എനിക്ക് മിഷണറി ആകണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ ഇത്രയും എനിക്ക് അച്ഛനാകാനൊന്നും സാധിച്ചില്ല. അപ്പം പിതാവ് പറഞ്ഞു, ഒന്നും വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്കിവിടെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, നമുക്ക് നമ്മളെ കണ്ട് പറ്റുന്ന രീതിയിൽ തമ്പുരാൻ ഏത് വഴിക്കാണ് നമ്മളെ നയിക്കുന്നത് ആ വഴിക്ക് നമ്മൾ മുമ്പോട്ട് അതേ പറ്റുള്ളൂ എന്ന് പിതാവ് പറഞ്ഞു കൊടുത്തു പ്രേംഭായിയോട്. അത് ശ്രവിച്ച പ്രേംഭായ് തിരികെ വന്ന് വലിയ സന്തോഷത്തോടെ ആ സ്കൂളിൽ വന്ന് പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. ഈ പ്രേംഭായുടെ വായിൽ എപ്പോഴും വരുന്ന ഈശോയെക്കുറിച്ചും അതുപോലെ തന്നെ ഈശോയുടെ പീഡനങ്ങളും ത്യാഗങ്ങളും ഒക്കെയാണ് അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ ത്യാഗങ്ങളൊക്കെയാണ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്. 3 മാസങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പാൾ അച്ഛൻ ചെന്ന് പ്രേംഭായോട് ചോദിച്ചു, പ്രേംഭായ് സിലബസ് തീർന്നോ? പ്രേംഭായ് അപ്പോഴാണ് മനസ്സിലാകുന്നത്
ഒരു ചാപ്റ്ററിൻ്റെ പകുതി ആയിട്ടുള്ളൂ. ഇതുവരെ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത മുഴുവനും മിഷൻ പ്രവർത്തനങ്ങളിലേക്കായി. ഇത് മനസ്സിലാക്കിയ പ്രിൻസിപ്പാൾ അച്ഛൻ പ്രേംഭായ് അവിടെ നിന്ന് മാറ്റി കിച്ചണിൻ്റെ ഇൻചാർജ് കൊടുത്ത് അവിടെ ആക്കി. കിച്ചണിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരു അരുണാചൽ സ്ത്രീയായിരുന്നു. അങ്ങനെ ആ സ്ത്രീ മുഖാന്തരം പ്രേംഭായ് അരുണാചലിലേക്ക് പ്രവേശിച്ചു. പിന്നീട് നടക്കുന്നത് 25 വർഷം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മിഷൻ പ്രവർത്തനമാണ് നടക്കുന്നത് അരുണാചലിൽ. These are the traditional ornaments. Yeah, it's a very, they make these traditional ornaments, and it's very costly. It is very costly. Yeah, people buy it. Difficult to get. Only this is the last man who could make this kind of ornaments, and he taught his son, and now his son is following up that traditional making ornaments. These are the Joy Jesus. Hello, praise. ഇപ്പോൾ ഞങ്ങൾ മിഷണറിമാർ ഗ്രാമങ്ങളിൽ ചെന്നാൽ ഞങ്ങൾക്ക് നല്ല ഫുഡാണ് കിട്ടുന്നത്, ഏറ്റവും നല്ല ആഹാരം ഞങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേംഭായ് ഇങ്ങനെ കാട്ടിൽ 2 ദിവസം ഉപവസിച്ചിരുന്ന് വനത്തിലിരുന്ന് ഗുഹിക്കാതിരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇറങ്ങി വളരെ വിശന്ന് ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല. ഗ്രാമത്തിൽ കഴിഞ്ഞു പ്രേംഭായ് ആദ്യത്തെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ? അപ്പോൾ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി വെച്ച് അവരൊരു കുഴി കുത്തി കുഴിക്കകത്ത് കുറച്ച് ചോറിട്ട് കൊടുത്തു. ആ ചോറ് ഉണ്ടോണ്ടിരുന്ന സമയത്ത് പ്രേംഭായ് ചോദിച്ചു, എനിക്ക് നിങ്ങൾക്കൊരു കോഴിയെ കൊന്ന് തരാമായിരുന്നല്ലോ. ഇഷ്ടം പോലെ ഈ അരുണാചലിലെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ കോഴികളുണ്ട്, എനിക്കൊരു കോഴിയെ കൊന്ന് നിങ്ങൾക്ക് തരാമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അവർ ചീത്തയും പറഞ്ഞ് പ്രേംഭായ് എഴുന്നേപ്പിച്ച് ഇറക്കി വിട്ടു. പ്രേംഭായ് ആ മുറ്റത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയും ആ വീട്ടിലുണ്ടായിരുന്ന സർവ്വ കോഴിയും ചത്തവിടെ വീണു. കാരണം പ്രേംഭായ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ കൂടുതലാണ്. അവരെല്ലാം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പം അതിൻ്റെ അകത്ത് അവർ പറഞ്ഞതും അതുപോലെ തന്നെ പ്രേംഭായ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയപ്പം അത് പിന്നെ പ്രേംഭായുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും എപ്പം വേണമെങ്കിലും വന്ന് കയറാം, എന്തും വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഈ പ്രേംഭായുടെ ജീവിതത്തിൽ പേഴ്സണൽ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ 25 വർഷക്കാലം ഒരൊറ്റ ചെരുപ്പ് കൊണ്ടാണ് നടന്നിരുന്നത്. അതായത് ടയർ കൊണ്ടുണ്ടാക്കിയ ഒരു ചെരുപ്പായിരുന്നു. പിന്നെ 2 പെയർ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നിലത്ത് ഇത്രയും കൊടും തണുപ്പത്ത് പോലും ഒരിക്കൽ പോലും ബ്ലാങ്കറ്റ് ഉപയോഗിച്ചിട്ടില്ല. നിലത്തൊരു പാ വിരിച്ച് പില്ലോ എന്ന് പറയുന്നൊരു കൊരണ്ടിയായിരുന്നു, അതിലായിരുന്നു പ്രേംഭായുടെ മുറി. അവസാനത്തെ ആഴ്ചയിൽ പ്രേംഭായ് ചെന്നിട്ട് ആ ആശ്രമത്തിൻ്റെ ഇൻചാർജ് ഉണ്ട് ഒരു അച്ഛൻ, അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു, SBD അച്ഛൻ. അഗസ്റ്റിൻ്റെ അച്ഛൻ നേരത്തെ റീജിയണൽ സുപ്പീരിയർ ആയിരുന്നു. ആ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പ്രേംഭായ് എല്ലാ പേപ്പറും കാരണം പ്രേംഭായ് ആണല്ലോ ആദ്യം അരുണാചലിൽ കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആദ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ പേപ്പറുകളും പിന്നെ ഡീറ്റെയിൽസുകളൊക്കെ ഉള്ളത്. ഈ പേപ്പറുകളും ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് റൂമിൻ്റെ ചാവിയും കൊടുത്തേച്ച് പറഞ്ഞു. അപ്പം പ്രേംഭായ് കാരണം 25 വർഷമായി, ആ വർഷം സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുകയാണ്. പ്രേംഭായുടെ 25 വർഷത്തെ അരുണാചലിലെ സേവനത്തെക്കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുന്ന വർഷം. അപ്പം പ്രേംഭായ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇതെന്തിനാ ഇപ്പം തരുന്നത്? പ്രേംഭായ് ആദ്യം പോയി ശ്രീലങ്കയ്ക്ക് പോയി തിരിച്ചു വാ. പറഞ്ഞില്ല, ഇതെല്ലാം ഏൽപ്പിക്കേണ്ട സമയമായി. അങ്ങനെ ആ പേപ്പറുകളും സർവ്വ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ആകെപ്പാടെ പ്രേംഭായ്ക്ക് ഉണ്ടായിരുന്ന ഒരു സ്വത്തെന്ന് പറയുന്നൊരു കമ്പ്യൂട്ടറായിരുന്നു. അത് പിള്ളേരെയാണ് സാധാരണ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. ആ തവണ എടുത്ത് ഈ അച്ഛൻ്റെ ഏൽപ്പിച്ചു. അതിനുശേഷം ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് ശ്രീലങ്കയ്ക്കുള്ള യാത്ര. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും അകലുള്ള ഗ്രാമം, അതായത് തത്തോ എന്ന് പറഞ്ഞൊരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ചെന്നിട്ട് ഇവരോട് പറഞ്ഞു, തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പ്രേംഭായുടെ ഒത്തിരി കാലം ഉണ്ടായിരുന്നൊരു വ്യക്തി. അപ്പം തോമസിനോട് പറഞ്ഞു, തോമസേ ഇനി ഞാനിങ്ങോട്ട് വരത്തില്ല, കാരണം എൻ്റെ സമയം അടുത്തു, എനിക്ക് മുട്ടിനൊന്നും തീരെ മേല. അപ്പം ഇനി നിങ്ങൾ മിഷൻ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണം, കർത്താവ് പ്രതിഫലം തരും, ധൈര്യമായിട്ടിരിക്കുവിൻ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ തോമസ് എന്നോട് പറയുക, ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ 2 പേരും പ്രേംഭായെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു എന്ന് പറയാം. പ്രേംഭായ്
കൂടത്തിൽ ഏത് സമയവും ഈ ഇരിക്കുന്ന ചുക്കു ധോനി ബോഡി ഗാർഡ് പോലെ ഏത് സമയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചുക്കു മർത്ത ഇവിടെ ഇരിക്കുന്ന ഏത് സമയം പ്രേംഭായുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രേംഭായിനെ പറ്റി അറിയാവുന്നതും ആയിട്ടുള്ള ചുക്കു ധോനി ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുക്കു ധോനിയുടെ വീട്ടിൽ ചുക്കു ധോനി പ്രേംഭായിനെ പറ്റി ഇപ്പം പറയാൻ പോവുകയാണ്. പ്രേംഭായി അരുണാചൽ പ്രദേശിൽ ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ 1988 കാലഘട്ടം മുതലാണ് കണ്ടുമുട്ടി തുടങ്ങിയത്. അദ്ദേഹത്തെ അങ്ങനെ എപ്പോഴുമൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അരുണാചലിലെ എല്ലാ മുക്കിലും മൂലയിലും വളരെ ബുദ്ധിമുട്ടി സാഹസികമായി യാത്ര ചെയ്തിരുന്നു. എപ്പോഴും എന്നെ കൂടെ കൂട്ടിയിരുന്നു. കാണുന്ന മാത്രയിൽ തന്നെ എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വ്യക്തിയെപ്പോലെ എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും പ്രായം ചെന്നവരോ കുട്ടികളോ എന്ന യാതൊരു വ്യത്യാസം പോലുമില്ലാതെ 2 കൈകൾ ഉയർത്തി നല്ല ഉച്ചത്തിൽ അഭിസംബോധന ചെയ്ത് ഈ കാട്ടുവഴിയിലൂടെ ഇവിടുത്തെ മലമുകളിൽ യാത്ര ചെയ്യുമ്പോൾ തെന്നി വീഴാൻ പോകുമ്പോൾ പോലും എനിക്കറിയില്ല, അദ്ദേഹം എങ്ങനെയൊക്കെയോ ദൈവകൃപയാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. അന്നേ വരെ ആരും തന്നെ ഇല്ലായിരുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെയാണ് പ്രേംഭായിയെ കാണുമ്പോൾ തോന്നിയിരുന്നത്. അദ്ദേഹം മരിക്കുന്നതുവരെ എനിക്ക് കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. എൻ്റെ മനസ്സിപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹം മരിച്ചിട്ടില്ല, ഇന്നും ഞങ്ങളുടെ കൂടെയുള്ള പോലെ തോന്നുന്നു. പ്രേംഭായിയെ വിശുദ്ധനാക്കാൻ വേണ്ടി ഞങ്ങൾ മാസത്തിലെ എല്ലാ 2-ാം ശനിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വിശുദ്ധനാക്കാനാണ് ഈ പ്രാർത്ഥന. നിങ്ങളോട് ഒരു അപേക്ഷയുള്ളത്, ഞങ്ങളുടെ ബന്ദ്രദേവ ഇടവകയുടെ പേരിലും അരുണാചൽ മിഷന്റെ പേരിലും ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ ബന്ദ്രദേവ ഇടവകയെയും ഓർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രേംഭായി അരുണാചലിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ലായിരുന്നു. അദ്ദേഹത്തെ ജനം വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് പ്രേംഭായിയുടെ സാമീപ്യത്തിൽ ഇവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം അരുണാചൽ പ്രദേശിലാണ്. ഇതിന് ഓപ്പോസിറ്റുള്ള വഴി ആസാമാണ്. ഇത് ചരിത്രപരമായിട്ടും ഇന്നും വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ ബന്ദ്രദേവ. കാരണം ഈ ബന്ദ്രദേവായി കൂടെയാണ് അരുണാചലിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. 10-20 വർഷം മുമ്പ് വരെ ഈ സ്ഥലം, ഈ ബന്ദ്രദേവ ഒരു കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു. വനം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു. ബ്രദർ പ്രേംഭായ് ഒരു ഡോക്ടറല്ല, സാധാരണ ഒരു മനുഷ്യൻ. മുഖവും ശരീരവും എല്ലാം കൊണ്ടും ഒറ്റ നോട്ടത്തിൽ ഒരു ചെറിയ മനുഷ്യൻ. പക്ഷേ അതിവിശാലമായ മനസ്സുകൊണ്ട് ഒരു വലിയ മനുഷ്യൻ. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം. ബ്രദർ പ്രേംഭായ് എവിടെ പോയാലും, ഇവിടെ ഒരുപാട് ചെറിയ ഗ്രാമങ്ങളുണ്ട്, അവിടെയെങ്ങും കറണ്ടില്ല, യാത്രാ സൗകര്യമില്ല, വാർത്താവിനിമയമില്ല, യാതൊരു സൗകര്യവുമില്ലാത്ത സ്ഥലങ്ങൾ. പക്ഷേ ബ്രദർ പ്രേംഭായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആംബുലൻസ് റിക്വസ്റ്റ് ചെയ്ത് വരുത്തി ദൂരെ നിന്നും രോഗികളെ ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. തളർവാദ രോഗികൾ, സന്ധിവേദന മൂലം കഷ്ടത അനുഭവിക്കുന്നവർ, TB, പോളിയോ, കിഡ്നി, ക്യാൻസർ രോഗികളായവരെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഒരു കാര്യം പറയാനുള്ളത്, പ്രേംഭായിയുടെ കൈവശം അങ്ങനെ പണമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് ആരോടും പറയില്ലായിരുന്നു. അതിൻ്റെ ദുഃഖം എന്നോട് പോലും പറയില്ലായിരുന്നു. കാരണം അങ്ങനെ അദ്ദേഹത്തിനായിട്ട് പണമൊന്നും കരുതില്ലായിരുന്നു. എനിക്ക് അദ്ദേഹം ഒരു അപ്പനെപ്പോലെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കഴിയുമായിരുന്നു. സുവിശേഷ വേല കഴിഞ്ഞ് രാത്രികാലങ്ങളിൽ അദ്ദേഹം ഉണർന്നിരുന്ന് കത്തുകൾ എഴുതുമായിരുന്നു. ഇവിടെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സാമ്പത്തികം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ കത്തുകൾ. അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
വെളുപ്പിന് 3 മണിക്ക് ഉണർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനു മറുപടിയായി മണി ഓർഡറായും പോസ്റ്റ് കവറിലുമൊക്കെ സഹായം ലഭിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലായത് ദൈവത്തിൻ്റെ രൂപത്തിൽ, ഈശോയുടെ രൂപത്തിൽ അരുണാചലിലേക്ക് കയറി വന്നത് ഞങ്ങളെ സഹായിക്കാനാണെന്ന്. അദ്ദേഹം ജയ് ജിസു, പ്രൈസ് ദ ലോർഡ് എന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ ദുഃഖം മറന്ന് എല്ലാവർക്കും സന്തോഷം വരുമായിരുന്നു. എല്ലാവർക്കും അത് നല്ലതായി തോന്നുമായിരുന്നു. बिना देखकर कि बिना जाने बिना जय जिसू लेता है, लेकिन लोगों को अच्छा लगता था, लोगों को अच्छा लगता था। वो जय जिसू आज हर कोना, हर हिंदू, मुस्लिम, यहाँ का लोकल प्रीस्ट है, क्रिश्चियन है, जितना भी डिनोमिनेशन है, सब लोग ഇന്ന് ജാതിമത ഭേദമന്യേ ഇവിടെയുള്ള എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും, മുസ്ലിം സഹോദരങ്ങളും, ഗോത്രപൂജാരിമാരും, ക്രിസ്ത്യാനികളും, എല്ലാ വിഭാഗം ജനങ്ങളും ജയ് ജിസു, പ്രൈസ് ദ ലോർഡ് എന്ന് പ്രേംഭായിയെ ഓർക്കുമ്പോൾ പരസ്പരം പറയുന്നത് കാണുന്നത് ഒരു പ്രത്യേകതയാണ്. एनिवर्सरी कभी लोग बाहर से आता है, हिंदू हो जो कोई भी हो, പ്രേംഭായിയുടെ ചരമവാർഷികത്തിന് വളരെ അകലെ നിന്നും നാനാജാതി മതവിഭാഗങ്ങൾ ഇവിടെ ഒത്തുചേർന്ന് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന ഇടത്തിൽ വന്ന് പ്രാർത്ഥിക്കും, അനുഗ്രഹം പ്രാപിക്കാൻ. ब्लेसिंग के लिए उसको आता है। आज ब्रदर प्रेम भाई हम लोग का सभी का साथ में जीवित है, तो उसका ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്ന് ഈ അരുണാചലിൽ ഓരോ മുക്കിലും മൂലയിലും, വിദൂര ഗ്രാമങ്ങളിൽ, അനേകം പർവ്വതനിരകളിൽ കർത്താവിൻ്റെ സുവിശേഷം കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ വിശ്വാസത്തിൻ്റെ തിരുനാളം കത്തിക്കൊണ്ടിരിക്കുന്നു. മിഷണറിമാർ പറയുന്നത് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ജനത്തെ ഇത്രമാത്രം സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഇതിനു മുൻപ് അരുണാചലിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അത്രമാത്രം ചലനങ്ങളാണ് ക്രിസ്തുവിനു വേണ്ടി ഇദ്ദേഹം ഇവിടെ നിർവഹിച്ചത്. ബ്രദർ പ്രേംഭായി ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ കാണുന്ന അരുണാചൽ, ഇന്ന് എനിക്കിവിടെ ഒരു വൈദികനായിട്ട് ഇന്ന് അരുണാചലിൽ ഇന്നും വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, വൈദികർക്കും സിസ്റ്റേഴ്സും, ഇന്നും ഈശോയുടെ പേരും പറഞ്ഞുകൊണ്ട് അരുണാചലിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അത് ഈ എളിമപ്പെട്ട ഈ വിശുദ്ധനായ പ്രേംഭായിയുടെ കഠിനാധ്വാനം കൊണ്ടും ലളിതമായ ജീവിതം കൊണ്ടുമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനിത് ഉറപ്പിച്ച് പറയുന്നതെന്ന് പറഞ്ഞ് എന്നും ഇവിടെ ആൾക്കാർ വേണ്ടിയും ബ്രദർ പ്രേംഭായിയുടെ കബറിടത്തെങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെട്ട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രേംഭായിയെക്കുറിച്ച് പറയുന്ന, അദ്ദേഹത്തിൻ്റെ മിഷണറി ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹം ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതാറുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ മാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് റോമിലേക്ക് വത്തിക്കാനിലേക്ക് എഴുതിയ ഒരു ലെറ്ററാണിത്. എൻ്റെ മിഷണറി ജീവിതത്തിൽ കുറേയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. 8 തവണ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 തവണ എന്നെ ജയിലിൽ അടച്ചിട്ടുണ്ട്. 9ാം തവണ ജില്ലാ അധികാരികളിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് ലഭിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി അധികാരികൾ എന്നോട് മാമോദിസ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് മാമോദിസ കൊടുത്തിട്ടുണ്ട്. സുവിശേഷ പ്രഘോഷത്തിനായി പോകുന്ന അവസരത്തിൽ ശത്രുക്കൾ എന്നെ 3 തവണ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അരുണാചലിലെ ഉൾക്കാടുകളിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ അനേകം തവണ വന്യമൃഗങ്ങളുടെ, പ്രത്യേകിച്ചും കരടി, പുലി, ആന എന്നിവയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100-ലധികം തവണ എന്നെ പാമ്പ് കടിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ വചനപ്രഘോഷത്തിനായി പോകുന്ന അവസരത്തിൽ തളർന്നു വീണ് 18 മണിക്കൂറിൽ മഞ്ഞിൽ പൂണ്ടുപോയിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദൈവം എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി. അരുണാചൽ പ്രദേശിന്റെ അപ്പോസ്തോലനെ കുറിച്ച് ഇപ്പോൾ സനീഷച്ചൻ വായിച്ചു കേൾപ്പിച്ചതിനേക്കാളും വൻ കാര്യങ്ങളാണ് ഇവിടുത്തെ ജനം തങ്ങളുടെ പ്രേംഭായിയെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് എന്നാണ് അരുണാചൽ മിഷൻ പറയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ലോകത്തിന്റെ യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ സ്വർഗത്തിൽ തനിക്കായി കാത്തുവച്ചിരിക്കുന്ന ആ മഹാസൗഭാഗ്യത്തെ സ്വന്തമാക്കാൻ യാത്ര പോകുമ്പോൾ പോലും പ്രേംഭായി തനിച്ചല്ലായിരുന്നു.
ഒരു ദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന ഒപ്പമുണ്ടായിരുന്നു.